BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന ഒരു ബയോപിക് സിനിമ നിർമ്മിക്കുകയാണ് തന്റെ സ്വപ്നമെന്ന് മകനും പുതുപ്പള്ളി MLA-യുമായ ചാണ്ടിയുമ്മൻ പറഞ്ഞു. പ്രശസ്ത നടനും സംവിധായകനുമായ നാദിർ ഷാ അവതരിപ്പിക്കുന്ന നാദിർ ഷോ എന്ന യൂട്യൂബ് പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സിനിമയിൽ അവസരം ലഭിച്ചാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവേ തനിക്ക് അഭിനയത്തേക്കാൾ സിനിമ നിർമ്മിക്കാനാണ് താല്പര്യമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. അച്ഛൻ്റെ പേരിലുള്ള ഒരു സിനിമയാണ് തൻ്റെ സ്വപ്നം. ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന ഒരു ബയോപിക് ഒരുക്കണം. ഉമ്മൻചാണ്ടി എന്ന പേരിൽ തന്നെ സിനിമ പുറത്തിറക്കാനാണ് ആഗ്രഹം. അച്ഛൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ മമ്മൂട്ടിയാണെന്നുമാണ് എൻ്റെ വിശ്വാസം. ആ സിനിമ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആഗ്രഹമെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം സജീവമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതം വെള്ളിത്തിരയിലേക്ക് പകർത്തുമ്പോൾ നായകസ്ഥാനത്തേക്ക് മറ്റാരെക്കാളും ചാണ്ടിയുമ്മൻ്റെ മനസ്സിലുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖം തന്നെയാണ്. ഈ പ്രഖ്യാപനം ഇതിനോടകം തന്നെ രാഷ്ട്രീയ സിനിമാ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. നേരത്തെ B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായി എത്തിയ പ്രതിച്ഛായ എന്ന സിനിമയിലെ പല രംഗങ്ങളും കഥാപശ്ചാത്തലങ്ങളും ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ ഓർമ്മിക്കുന്ന ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടവും പാർട്ടിയുടെ ജനകീയ മുഖവുമായ KM വർഗീസ് എന്ന മുഖ്യമന്ത്രിയുമായാണ് ആ സിനിമയുടെ കേന്ദ്രബിന്ദു. രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിടുന്നതിനിടെ അദ്ദേഹത്തിന് നേരെ ഗുരുതരമായ ഒരു ആരോപണം വരികയും തുടർന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ജോൺ എത്തുന്നതുമാണ് പ്രതിച്ഛായയുടെ കഥ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.